മീഡിയ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ സമ്മാനിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ആനപിടുത്തവും പരിശീലനവും എല്ലാമായി ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട നാടാണ് കോന്നി. ആന പരിശീലനത്തിനായി സ്ഥാപിച്ച കോന്നി ആനക്കൂട് ചരിത്രപ്രസിദ്ധമാണ്. 1942 സ്ഥാപിതമായ കോന്നി ആനക്കൂട് കാട്ടാനകളെ മെരുക്കിയെടുത്ത് നാട്ടാനകളാക്കുന്ന കേന്ദ്രമാണ്. നിരവധി കാട്ടുകൊമ്പന്മാരെ തലയെടുപ്പുള്ള നാട്ടാനകളാക്കി ഈ ആനത്താവളത്തിൽ മെരുക്കിയെടുത്തിട്ടുണ്ട്. 1977 ആനപിടുത്തം നിരോധിച്ചതിനെ തുടർന്ന് കോന്നി ആനക്കൂട് സഞ്ചാരികളുടെ സന്ദർശക കേന്ദ്രമാകുകയായിരുന്നു. സഞ്ചാരികൾക്ക് ആനകളെ കാണുന്നതിനും അറിയുന്നതിനും കഴിയുന്ന ഇക്കോ ടൂറിസം കേന്ദ്രമായി മാറ്റുകയും കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയ വികസനത്തിലൂടെ കേരളത്തിലെ തന്നെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായി കോന്നി മാറി. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും വിസ്മയം തീർക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുകയാണ് എലിഫന്റ് മ്യൂസിയം. നിരവധി ആനക്കാഴ്ചകൾ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആനയുടെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചിട്ടുള്ള എലിഫന്റ് മ്യൂസിയത്തിൽ ആനയുടെയും ആനപിടുത്തത്തിന്റെയും ആന പരിശീലനവുമായും ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സന്ദർശകർക്ക് ബോധ്യമാകുന്ന നിലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വന്യജീവികളുടെയും പ്രകൃതിയുടെയും ശബ്ദം ആസ്വദിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മ്യൂസിയത്തോടൊപ്പം തന്നെ ആർട്ട് ഗാലറിയും സന്ദർശക ശ്രദ്ധ നേടുന്നു. ആനയെ പ്രമേയമാക്കി നിരവധി കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും കലാസൃഷ്ടികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സന്ദർശകരായി എത്തുന്ന കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള പാർക്ക് 2025 നവീകരിച്ചതോടെ കൂടുതൽ ആകർഷകമായി. കുട്ടികൾക്ക് സന്തോഷം പകരുന്ന നിരവധി റൈഡുകൾ ഇവിടെ കാണാം. കുട്ടികൾക്കൊപ്പം തന്നെ മുതിർന്നവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന റൈഡുകൾ ഇവിടെയുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ വിസ്മയം തീർക്കുന്ന 3D തിയേറ്റർ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ആനക്കൂടിന്റെയും ആനപിടുത്തത്തിന്റെയും ഉൾപ്പെടെയുള്ള ചരിത്രവും 3D ഷോയുടെ ഭാഗമാണ്. പ്രത്യേകമായ രീതിയിൽ ആനകളെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയാണ്. ആനകളുടെ കുറുമ്പും കാഴ്ചകളും എല്ലാം ഏതൊരാൾക്കും ആനന്ദം പകരുന്നതാണ്. വനത്തിൽ നിന്നും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ശേഖരിക്കുന്ന തേൻ, കുന്തിരിക്കം, ഇഞ്ച, മറ്റു വനവിഭവങ്ങൾ എന്നിവ ശേഖരിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം നടത്തുകയും ചെയ്യുന്ന കേന്ദ്രവും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വനവിഭവങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലൂടെ അടിസ്ഥാന ജനവിഭാഗത്തെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുകയും അവർക്ക് വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. 10 വർഷക്കാലം കൊണ്ട് ശ്രദ്ധേയമായ ടൂറിസം കേന്ദ്രമാക്കി കോന്നിയെ മാറ്റുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് കോന്നിയെ വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയത്. വനാശ്രിത സമൂഹത്തിൽപ്പെട്ട 100ഓളം ആളുകൾക്കാണ് തൊഴിലും വരുമാനവും ഇതിലൂടെ ഉറപ്പാക്കിയിരിക്കുന്നത്. ആനപിടുത്തത്തിലൂടെ കോന്നിക്കുണ്ടായ പ്രശസ്തി ആനപിടുത്ത നിരോധനത്തിന് ശേഷം ഇക്കോ ടൂറിസം വിപുലീകരണത്തിലൂടെ നിലനിർത്താൻ കഴിയുന്നത് നാടിനും സർക്കാരിനും ഒരുപോലെ അഭിമാനകരമാണ്. നവകേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നാട് ആഗ്രഹിക്കുന്നത്. വികസന വിശേഷങ്ങളുമായി വീണ്ടും കാണാം.